ശരത്തെ കറി എന്തെങ്കിലും ആക്കണ്ട മോനെ. അയലക്കറിയെല്ലാം കഴിഞ്ഞില്ലേ? എവിടെയില്ല, ആകെ അത്ര പേരിലുണ്ടായിരുന്നു. ബീഫാ ഉണ്ടാക്കാൻ കുറച്ച് എന്നാ പിന്നെ ബീഫ് ആക്കാല്ലേ? സെറ്റ്. ഓക്കെ. അങ്ങനെ നടന്ന് നമ്മൾ മീറ്റ് ഷോപ്പിലേക്ക് എത്തിയിട്ടാ. അതിനകത്തേക്ക് കയറി. ആഹാ എന്ത് രസം നോക്കിയാൽ കെട്ടി തൂക്കി വെച്ചിട്ടൊക്കെ എന്താ സാധനം യാപ്പ അടിപൊളി. നല്ല എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് വാങ്ങിയിട്ടാ. നോക്കിയാൽ നല്ല തറച്ച മുറിച്ചിട്ട് നോക്കിയാൽ എന്ത് രസം. നല്ല അലുവ കഷ്ണം പോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ബീഫ് റെഡി ആയിട്ടാ, സാധനം കിട്ടി. പക്ഷെ എന്ത് കാര്യം, 2 എണ്ണത്തിന് കൂട്ടി വന്നില്ല. പൈസ എടുത്തില്ല, പേഴ്സ് എടുത്തില്ല. എടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ പൈസ എടുക്കാൻ പോയാൽ തിരിച്ചെത്തിട്ടുണ്ട് കേട്ടോ. പോകുമ്പോൾ 2 ആളുണ്ടായിനല്ലോ, വരുമ്പോൾ എന്തത് ഒറ്റക്കാരില്ലോ. ഓണോടുത്തു അപ്പൊ പൈസ കണ്ടെന്ന് കൊടുത്തിട്ട് വാങ്ങല്ലേ. 1/2 മണിക്കൂർ ഇവിടെ വെറുതെ പോയി. ഓക്കെ ബോസ്, ബൈ ബൈ. അങ്ങനെ ബീഫെല്ലാം വാങ്ങി. ശരത്തെ ഉള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഉണ്ടാ? ഇല്ല. വാ. അപ്പോൾ നമ്മൾ നേരെ റൂമിന് താഴെ CMലേക്ക് വന്നിട്ടുണ്ട്. CM ഹൈപ്പർ മാർക്കറ്റ്. ഉള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം പോകണം, എല്ലാം കഴിഞ്ഞു ഉണ്ടാക്കൽ. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ റൂമിലേക്ക് വിടല കേട്ടാ. നല്ല അടിപൊളി ബീഫ് കറി വെക്കാൻ പോയിട്ട്. അപ്പം മുത്തോളികളെ നമ്മളെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. ഫസ്റ്റ് ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്യണം. നന്ന ചെറുതാക്കണം, കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ നെയ്യും കാര്യങ്ങളിലൊന്ന് കളയണം. അപ്പോൾ ബീഫ് നല്ലപോലെ കഴുകാം. ചെറുതായിട്ട് മുറിച്ച് കഴിഞ്ഞിട്ട് ഒരു 4-5 പ്രാവശ്യം നല്ലപോലെ കഴുകിയിട്ട് പിന്നെ വെള്ളം ഇങ്ങനെ ഊറ്റിക്കളഞ്ഞിട്ട് നമ്മളെ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ വാങ്ങിയ ബീഫ് വെച്ചാൽ എല്ലിൻ്റെ ബീഫാണ്. അപ്പോൾ എല്ലോട് കൂടിയിട്ട് ബീഫാകുമ്പോൾ ആണ് കറിക്ക് ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതൽ. അപ്പോൾ ബീഫെല്ലാം കഴുകി റെഡിയാക്കി നല്ല അടിപൊളിയാക്കി അങ്ങ് കുക്കറിലേക്ക് ഇട്ട് വെച്ച് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയെല്ലാം ഇട്ടുവിട്ടാ. എല്ലാം കുറച്ച് ഇട്ടിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് മസാല ആക്കുന്ന സമയത്ത് ആദ്യം ഇടാനുള്ളതാണല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ഇട്ട് അങ്ങ് സെറ്റാക്കി അങ്ങ് വെച്ച്. പിന്നെ വെച്ചാൽ ബീഫിന് വെള്ളം കുറച്ച് നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താ വെച്ചാൽ അത് വേകുന്ന സമയത്ത് തന്നെ അതിൽ നിന്ന് വെള്ളം ഒരുപാട് ഇറങ്ങി വരും. അങ്ങനെ എല്ലാം കൂടി നല്ലപോലെ അങ്ങ് മിക്സ് ആക്കിയിട്ട് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് അങ്ങ് കയറ്റി വെച്ചിട്ടാ. ഈ സമയങ്ങളിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. നമ്മൾ ഉള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കട്ടാക്കി വെക്കാം. എന്താ വെച്ചാൽ കുക്കറിൽ ബീഫ് ആണ് വെന്തുകൊണ്ടിരിക്കുന്നത്. അത് വേകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ബീഫ് അവിടെ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത പരിപാടി തുടങ്ങിയിട്ടാ. ഒരു പാത്രം എടുത്ത് സ്റ്റൗവിൽ വെച്ച് അത് ചൂടായതിന് ശേഷം ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് നേരത്തെ മുറിച്ച് വെച്ച ഉള്ളിയൊക്കെ അതിലേക്ക് ഇട്ട് കുറച്ച് കറിവേപ്പിലുണ്ടായിരുന്നു. ആ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി പിന്നെ ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കേട്ടോ പച്ചമുളകും ആ 3 സാധനങ്ങളും നല്ലപോലെ ചതച്ചാണ്. അതും കൂടെ അതിലിട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ടെടുത്തു. അപ്പോൾ പിന്നെ നേരത്തെ പോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പെല്ലാം ഇട്ട് നേരത്തെ അതിലെല്ലാം ഇട്ടിനി. മറ്റേ ബീഫിൽ വേവിക്കുന്ന സമയത്തെല്ലാം ഇട്ടിനി. അപ്പോൾ കണക്കാക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ, നോക്കിയിട്ട് ഇടണം, അധികമായി കൂടാം. എന്നിട്ടൊന്ന് നല്ല പോലെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം. നമ്മളെ മസാലയും ഉള്ളിയെല്ലാം ഒന്ന് ഇങ്ങനെ എന്താണ്ട് വേകണം നല്ലോണം. അപ്പോൾ വേകുമ്പോൾ നല്ലൊരു മണമെല്ലാം ഉണ്ട്. ആ മണം വന്നതിന് ശേഷം നമ്മൾ കുക്കറിൽ വെച്ച് ബീഫ് ആദ്യം വെന്തോ നോക്കാം കേട്ടോ. അത് വെന്തെങ്കിൽ അത് എടുത്തിട്ട് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൊണ്ടാ വെള്ളമെല്ലാം ഉണ്ട്, നല്ല പങ്കൽ വെള്ളമെല്ലാം അതാ ഇഷ്ടം പോലെ വരുന്നു. മെയിനായിട്ട് സാധനം എന്ന് പറയുന്നത് നമ്മുടെ കുരുമുളക് പൊടി ഇടാം. നല്ല നാട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ടുന്ന സാധനമാണ് ഇത്. ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നത്, ഇത്തിരി സമയത്ത് ഇട്ട് കൊടുത്തിട്ടാണ്. ഈ ഒരു സമയത്താണ് കുരുമുളക് പൊടി ഇടുന്നത്. ബീഫിൻ്റെ മെയിൻ സാധനമാണ് കുരുമുളക് പൊടി. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇടാത്ത എന്ത് ബീഫ് ഫ്രൈ. അപ്പോൾ നമ്മളടുത്ത് തേങ്ങയുടെ പരിപാടി ഇട്ടാം. അങ്ങനെ തേങ്ങയെല്ലാം പൊട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ വെള്ളം വേണമെങ്കിൽ കുടിക്കാം. ഞാൻ കുടിച്ചിട്ടാണ്. എന്നിട്ട് എന്താക്കാം, ചെറുതായിട്ട് ഇങ്ങനെ കുനുകുനാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ വെച്ചാൽ നമ്മളെ കടുവറുക്കുന്ന നേരം പാത്രം എടുക്കാം. എന്നിട്ട് എടുത്ത് വെച്ചിട്ട് അതിൽ ആവശ്യത്തിൻ്റെ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ അങ്ങ് വറുത്തിട്ട് എടുക്കണം. തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് നല്ല ഇതിലേക്ക് വറുത്ത് കൊടുത്ത് കഴിഞ്ഞ് ഞാൻ എന്താ പാകം കാണാൻ അവസാന ഘട്ടമായ കറിവേപ്പില. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനെന്ന് വെച്ചാൽ കുറച്ച് ഗരം മസാലയും മീറ്റ് മസാല ഇട്ടിട്ടുണ്ടാകും. ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ചാർജില്ല, ഫോൺ ചാർജിൽ വെച്ചാലും അതുകൊണ്ട് അത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പം ബീഫ് റോസ്റ്റ് എന്നും പറയാം, ബീഫ് ഫ്രൈ എന്നും പറയാം, എന്ത് വേണമെന്ന് പറയാം, ബീഫ് കറി എന്നും പറയാം. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അങ്ങനെ ബീഫ് കറിയൊക്കെ റെഡിയാക്കി എടുത്ത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ച് ആ ചപ്പാത്തിയുടെ കൂടെ ഉണ്ടല്ലോ
അത് കാണുമ്പോൾ തന്നെ വായിന്നോളം വരുന്നു. ആ ചപ്പാത്തി ഒരു ലക്ഷം എടുത്തിട്ടുണ്ടല്ലോ, ഒരു ബീഫിൻ്റെ ഒപ്പം ഇങ്ങനെ മടക്കിയിട്ട് തിന്നുമ്പോണ്ടല്ലോ, എൻ്റെ മോനെ എന്ത് പാങ്ങ്, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സാധനം. എന്നാൽ ശരി, നമുക്കെന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ.